കശ്മീർ പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന് സൂചിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കശ്മീർ വർഷങ്ങൾ പഴക്കമുള്ള പ്രശ്നമാണെന്നും ഇരു രാജ്യങ്ങളുമായും തനിക്ക് നല്ല ബന്ധമാണ് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. Very close to India and I'm very close to Pakistan, as you know, and they've had that fight for 1,000 years in Kashmir. Kashmir's been going on for 1,000 years, probably longer than that, and it was a bad one yesterday, though. That was a bad one. Over 30 people. There have been tensions on that border for 1,500 years. So, you know, the same as it's been. But they'll get it figured out one way or the other. I'm sure that there's... I know both leaders. There's great tension between Pakistan and India. But there always has been. അതേസമയം പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ട പാകിസ്ഥാൻ അത്തരം അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. പി ബസന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ബസന്ത്, ഇന്ത്യ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം വരുന്നത്. അതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്വേഷണം വേണം എന്നാണ് പാകിസ്ഥാന്റെയും ആവശ്യം. ഇതിനോട് ഇന്ത്യയും ഏത് തരത്തിലായിരിക്കും നിലപാടെടുക്കുക? വിശദാംശങ്ങൾ എന്താണ്? ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ളൊരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. ഇരു രാജ്യങ്ങളുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്, വർഷങ്ങൾ പഴക്കമുള്ളൊരു വിഷയം മാത്രമാണ് കാശ്മീർ എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. പക്ഷേ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഭീകരരെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന അസന്നിഗ്ധമായി തന്നെ ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡും ഒക്കെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇത് അന്വേഷണത്തിന് വിധേയമാക്കണം, ഒരു ഇൻ്റർനാഷണൽ ഇൻസ്പെക്ടേഴ്സ് അടങ്ങുന്ന സംഘം അന്വേഷിക്കണം എന്നുള്ളൊരു നിലപാട് ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയില്ല. മാത്രമല്ല, ഇത് ഇന്ത്യയുടെ മണ്ണിൽ നടന്ന ഒരു അന്വേഷണത്തിൽ പുറത്തു നിന്നുള്ള ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഒരു അന്വേഷണങ്ങളൊന്നും തന്നെ ഇന്ത്യ ഒരു ഘട്ടത്തിലും അനുവദിച്ചിട്ടുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ്റെ ഈ ഇപ്പോഴത്തെ ആവശ്യം ശ്രദ്ധ തിരിക്കാനുള്ളൊരു നടപടി എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി അതിനെ മറ്റൊരു രീതിയിലും കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് തന്നെ. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ വളരെ വിശാലമായി തന്നെ എല്ലാവരുമായി ലോകരാജ്യങ്ങളിലെ നേതാക്കളുമായും അതുപോലെ തന്നെ അവരുടെ ഇവിടെ ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധികളുമായും ഒക്കെ തന്നെ വലിയ ചർച്ചകൾ ഇന്ത്യ നടത്തി കഴിയുന്നുണ്ട്. ഏകദേശം 11 രാഷ്ട്രങ്ങളിലെ തലവന്മാരുമായി മോദി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുണ്ട്. ഇന്നലെ വിദേശമന്ത്രി എസ് ജയശങ്കർ സൗദി വിദേശ സെക്രട്ടറിയുമായി സംസാരിക്കുകയും ചെയ്തു. സൗദി വിദേശമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തു. സൗദി അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് പല സാഹചര്യങ്ങളിലും എടുത്തിട്ടുള്ള രാജ്യമെന്നുള്ള നിലയ്ക്കാണ് നിർണായകമായ ഒരു ചർച്ച ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ജയശങ്കർ ഇന്നലെ ആ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചത് ഈ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലേക്ക് നീളുന്ന കണ്ണികളുടെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലോകരാജ്യങ്ങളുമായി ഇന്ത്യ നടത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ അല്ലെങ്കിൽ ലോകരാഷ്ട്ര തലവന്മാരുമായും 30-ലധികം രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായും ഒക്കെ ഇന്ത്യയിലെ നേതാക്കൾ നടത്തിയിട്ടുള്ള ചർച്ചകളിലൊക്കെ ഏറ്റവും പ്രധാനമായി കൈമാറിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ്. അത് ഇൻ്റലിജൻസ് തെളിവ് വിവരങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇവയെല്ലാം തന്നെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ട് തന്നെ ഇതിലൊരു തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ ഇന്ത്യ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, അവിടെ നിങ്ങൾ കാശ്മീരിലേക്ക് ആരും വരരുത് എന്നുള്ള തരത്തിലുള്ള അഡ്വൈസറികൾ അല്ലെങ്കിൽ ട്രാവൽ അഡ്വൈസറികളൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ വിനോദസഞ്ചാരികൾക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട്. അതുകൊണ്ട് യാത്ര തടയരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഇന്ത്യ ഈ വിദേശ രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായിട്ടുള്ള ചർച്ചയിൽ ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ തെളിവുകൾ, പാകിസ്ഥാൻ്റെ കൃത്യമായ ബന്ധമുള്ള അല്ലെങ്കിൽ ഈ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ
വിദേശ രാഷ്ട്ര തലവന്മാർക്കും നയതന്ത്ര പ്രതിനിധികൾക്കും ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ എല്ലാ പ്രധാന രാജ്യങ്ങളിലെയും തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, കഴിഞ്ഞ ദിവസം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജാപ്പനീസ് പ്രധാനമന്ത്രി, ജർമ്മൻ പ്രസിഡന്റ് തുടങ്ങിയവരൊക്കെ തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പലസ്തീൻ പ്രസിഡന്റ് രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർദാൻ രാജാവ്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ട്. അന്താരാഷ്ട്ര അവരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ നിലപാട് ഇന്ത്യക്ക് അനുകൂലമായി മാറ്റുന്നതിനുള്ള സമാനമായ നടപടികൾ പാകിസ്ഥാനും അവിടെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രാദേശിക നയതന്ത്ര തലങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് അതിലേറ്റവും ഗൗരവമായി കാണേണ്ടത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതായത് അന്താരാഷ്ട്ര ഇൻസ്പെക്ടേഴ്സ് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഈ നിലപാട്. ഏതായാലും അതിനോട് ഇന്ത്യ യോജിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് വിവരങ്ങളായി P. ബസന്ത് പങ്കുവച്ചത്.